ഈ മുട്ടക്കറി കഴിച്ചവർ തന്നെയാണ് കേട്ടോ എന്നോട് ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞത്. കാരണം വളരെ സിമ്പിളാണ്, എന്നാലുണ്ടല്ലോ ഇതിൻ്റെ ഗ്രേവിയൊക്കെ അടിപൊളി ടേസ്റ്റാണ്. നൂൽപുട്ടിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇവിടെ മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉപ്പൊന്നും ചേർക്കാണ്ട് വെറുതെ വെള്ളത്തിൽ കഴുകിയിട്ട് അങ്ങനെ പുഴുങ്ങിയതാണേ. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചു. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ലപോലെ എണ്ണ ചൂടായ ശേഷം സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. 2 വലിയ സവാളയാണ് വഴറ്റുന്നത്. സാധാരണ വഴറ്റുന്ന സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കാറുള്ളതാണ്, പക്ഷേ ഈ റെസിപ്പി കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതിലിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല, പകരം വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. ഏതാണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുകയാണ് കേട്ടോ. സവാളയിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒരുവിധം വറ്റിയിട്ടുമുണ്ട്, ചെറുതായിട്ട് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നിട്ടുമുണ്ട്. ആ സമയത്താണ് പഞ്ചസാര ചേർക്കേണ്ടത്. ഇനി പഞ്ചസാര ചൂടായിട്ട് അത് മെൽറ്റായി കാരമലൈസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യണം. വല്ലാതെ ബ്രൗൺ കളറായിട്ട് കാരമലൈസ് ആവേണ്ട ആവശ്യമില്ല. സവാള ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരും, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്. ആ സമയത്താണ് നമ്മൾ അടുത്ത ചേരുവ ചേർക്കുന്നത്. ഈ ഒരു സ്റ്റേജാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. ഇപ്പോൾ ഇളക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ ഇങ്ങനെ ഓയിൽ പോലെ കാണുന്നത് ഓയിൽ പ്ലസ് കാരമലാണ് കേട്ടോ. ഇങ്ങനെ സവാള കാരമലൈസ് ചെയ്ത ശേഷം നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വലിയ പഴുത്ത 2 തക്കാളിയാണ് ഞാൻ അരിഞ്ഞ് ചേർക്കുന്നത്. വളരെ ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ഒരു ഇടത്തരം കഷ്ണങ്ങളാക്കിയിട്ട് അരിയുക. ഇനി തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. ആ സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ ഉപ്പ് ചേർക്കുന്ന ഈ സ്റ്റേജൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഓരോ സ്റ്റേജിൽ ഇങ്ങനെ ചേരുവകൾ ചേർക്കുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. ഉപ്പ് ചേർക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ടങ്ങനെ തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ വെള്ളമൊക്കെ നന്നായി വറ്റിയ ശേഷം ഞാൻ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയും അതാണ് ഈ കറിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് കേട്ടോ ഞാൻ ഈ കറി കൂടുതൽ ഉണ്ടാക്കാറുള്ളത്. അത് എനിക്ക് ഈ കറി കൂടുതൽ ഇഷ്ടം നൂൽപുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ്. മറ്റെല്ലാ കാര്യങ്ങളുടെ കൂടെയും കഴിക്കാം, പക്ഷേ നമുക്കൊരു പേഴ്സണൽ ഇഷ്ടം ഉണ്ടാവില്ലേ, അത് നൂൽപുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, അതിതാണേ. ഒരു 5 ഇടത്തരം വലിപ്പമുള്ള വെളുത്തുള്ളിയും 1 ടീസ്പൂണോളം പെരിഞ്ജീരകവും നന്നായിട്ട് ചതച്ചെടുക്കുക. മസാല നന്നായിട്ട് റോസ്റ്റായി വന്നതിലേക്ക് ഈ ചതച്ച ചേരുവ ചേർത്ത് മിക്സ് ചെയ്യുക. ഈ ചതച്ച ചേരുവ ആ ഒരു മസാലയ്ക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കും. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് അല്ല, ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണേ. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി തിളച്ച വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഇളക്കിയിട്ട് വഴറ്റി ഒന്ന് കുറുക്കിയെടുക്കണം. കാരണം നമ്മൾ മുട്ട ചേർക്കാൻ പോവുകയാണ്. മുട്ട ചേർക്കുമ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ ഗ്രേവി ഉണ്ടാവുന്നതാണ് മുട്ടയിലേക്കൊക്കെ മസാല പിടിക്കാൻ നല്ലത്. ഇനി നല്ലപോലെ ഇളക്കി മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നമ്മൾ നേരത്തെ ആ ഒരു വറ്റിച്ച സ്റ്റേജില്ലേ, ആ സ്റ്റേജിലേക്ക് ഈ ഒരു മസാലയെ കൊണ്ടുവരണം. അത്രയും നേരം നമ്മൾ ഇളക്കി വറ്റിക്കണം. ഇതിൻ്റെ ആ ഗ്രേവിയാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ്. കുറച്ച് മധുരവും പിന്നെ എരിവും ഒക്കെ ആയിട്ട്. ഇതിൽ കറിവേപ്പില, കുരുമുളക് പൊടി, ഇഞ്ചി, പച്ചമുളക് അതൊന്നും ചേർക്കരുത് കേട്ടോ. മല്ലിയിലയും ചേർക്കരുത്. ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം, എന്നാലാണ് ആ കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതായത് സാധാരണ മുട്ട റോസ്റ്റിൽ നിന്ന് ഇതെന്താണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് എന്നല്ലേ, ആ ഒരു കാര്യം, ആ ഡിഫറൻസ് അറിയണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം. കണ്ടോ എന്താ ഭംഗിയല്ലേ.
ഇതിൻ്റെ ഗ്രേവിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല കുറുകിയ ഗ്രേവിയാണ്. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആക്കാം. അതായത് കുറച്ച് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി കാശ്മീരി ചില്ലി ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ കൂടെ കുറച്ച് നോർമൽ ചില്ലി പൗഡറും ചേർക്കാം കേട്ടോ. നല്ല ആവി പറക്കുന്ന നൂൽപുട്ടിൻ്റെ കൂടെ ഈ കറി ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. കറിയുടെ ആ ഗ്രേവിയൊക്കെ ഇങ്ങനെ ആ മുട്ടയിൽ ഇങ്ങനെ പുരണ്ടിരിക്കുന്ന പരുവാണ്. ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്ന ഒരു പരുവല്ല, ഇങ്ങനെ പുരണ്ടിരിക്കുന്ന ഒരു പരുവാണ്. പക്ഷേ ഇത് മതി, ഒരു പ്രത്യേക ഒരു ഫീലാണ് ഈ കറി കൂട്ടി ആ നൂൽപുട്ട് കഴിക്കുമ്പോൾ. ഈ കറിയും കൂട്ടി നൂൽപുട്ട് കഴിച്ച ആൾക്കാർ തന്നെയാണ് എന്നോട് ഇത് എന്തായാലും പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെന്തോ കാര്യമുള്ളതുകൊണ്ടല്ലേ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ, കമൻസിലൂടെ വന്നിട്ട്. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചെയ്തോളൂ കേട്ടോ. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.